കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥകളിൽ ഇന്നലെ നാം കണ്ടത് വേദത്തെയൊക്കെ നാലായി വിഭജിച്ചു. അതിനുശേഷം മഹാഭാരതവും ഒപ്പം മറ്റ് പുരാണങ്ങളുമെല്ലാം രചിച്ചതിന് ശേഷവും വേദവ്യാസ മഹർഷിക്ക് വേണ്ടത്ര ഒരു ആത്മസംതൃപ്തി ഇല്ലാതെ വന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആത്മഗ്ലാനി, അകൃതാർത്ഥതാബോധം എന്ന് പറയും, എന്തിൻ്റെയോ ഒരു കുറവ് ഉള്ളതുപോലെ തോന്നുന്നതായിട്ടുള്ള ഒരു മനോഭാവം, അതനുഭവപ്പെട്ട വേദവ്യാസ മഹർഷി സരസ്വതി നദിയുടെ കരയിലുള്ള തൻ്റെ ശമ്യാപ്രാസം എന്ന ആശ്രമത്തിലിരുന്ന് സ്വയം വിചാരം ചെയ്യുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വേദവ്യാസ മഹർഷി തന്നെ കാണിച്ചു തരുന്നു. ഭഗവത്ഗീതയിൽ എടുത്തു പറയുന്ന, അല്ലെങ്കിൽ പ്രധാനമായൊരു കാര്യം പറയുന്നുണ്ട്: ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. തൻ്റെ ബന്ധുവും ശത്രുവും അവനവൻ തന്നെയാണ്. അവനവനെ ഉയർത്തേണ്ടത് സ്വയമാണ്. ബുദ്ധിമാനായിട്ടുള്ളൊരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ വിചാരം ചെയ്ത് തൻ്റെ തെറ്റുകളെ സംശോധനം ചെയ്ത് ഉയർത്താനാണ് ജീവിതത്തിൽ പരിശ്രമിക്കേണ്ടത്, അല്ലാതെ സ്വയം അധപ്പതിപ്പിക്കാനല്ല. നമ്മുടെ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം, എത്ര അധപ്പതിച്ചൊരു മനുഷ്യനും വേണമെങ്കിലും ജീവിതത്തിൽ ഉയരാനുള്ള സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അവനവൻ വിചാരിക്കണം, എൻ്റെ ജീവിതം ഇങ്ങനെ കൈവിട്ട് കളയാനുള്ളതല്ല, ഇങ്ങനെ നശിപ്പിക്കാനുള്ളതല്ല, മറിച്ച് ഈശ്വരൻ നൽകിയ വരദാനമായിട്ടുള്ള ഈ ജീവിതം ശ്രേഷ്ഠമാക്കി തീർക്കാൻ, തനിക്കും തൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും പ്രയോജനകരമായ രീതിയിൽ, അഥവാ തന്നെ സൃഷ്ടിച്ചു വിട്ടതിൽ ഈശ്വരൻ ഒരിക്കലും ഒരു കുറ്റബോധം, പശ്ചാത്താപം തോന്നാത്ത രീതിയിൽ ഒരു അഭിമാനത്തോടു കൂടിയിട്ട്, സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അപ്പം നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെയൊക്കെ മക്കൾ ജീവിതത്തിൽ നല്ല നിലയിലാകുമ്പോഴാണ് അച്ഛനമ്മമാർക്ക് ആ മക്കൾക്ക് വേണ്ടി ജീവിതം ചെലവഴിച്ചതിലും അവരെ പഠിപ്പിച്ചതിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു അഭിമാനം ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. മക്കൾ വളർന്നു വലുതായി നല്ല ഉദ്യോഗത്തിലാകട്ടെ, അല്ലെങ്കിൽ നല്ല പേരും പ്രശസ്തിയും ഉണ്ടാക്കി സ്വന്തം പേരും മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയൊക്കെ യശസ്സ് ഉയർത്തുന്ന സമയത്ത് ആ മക്കളെക്കുറിച്ച് അച്ഛനമ്മമാർക്ക് അഭിമാനമുണ്ടാകുന്നു. എവിടെയെങ്കിലും തൻ്റെ മക്കളുടെ പേര് പരാമർശിക്കുന്നിടത്ത് അഭിമാനം കൊണ്ട് അവരുടെ നെഞ്ച് വികസിക്കും. എന്നാൽ അതേസമയം സ്വന്തം മക്കൾ തന്നെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും ചീത്തപ്പേരിന് ഉടമകളായി തീർന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ആ മക്കളുടെ പേര് പരാമർശിക്കപ്പെടുന്ന സമയത്ത് രക്ഷിതാക്കളുടെ തല അപമാനഭാരം കൊണ്ട് താഴ്ന്നു പോകാറാണുള്ളത്. കാരണം ആ മക്കളുടെ പ്രവൃത്തി ആ കുടുംബത്തിനെ അപമാനിക്കുന്നു, രക്ഷിതാക്കളെ അപമാനിക്കുന്നു. സ്വയം രക്ഷിതാക്കൾക്ക് പോലും ലജ്ജ തോന്നും, ഇങ്ങനെ ഒരു മകനോ മകളോ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. നമുക്കൊക്കെ ജീവിതത്തിൽ പരിചയമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇതേ കാര്യം തന്നെ നമ്മളെയൊക്കെ സൃഷ്ടിച്ചതായിട്ടുള്ള ഈശ്വരനും തോന്നില്ലേ നമ്മളെക്കുറിച്ച് ഓർത്താൽ? സ്വയം ആലോചിച്ച് നോക്കൂ. നമ്മളെ സൃഷ്ടിച്ചതായിട്ടുള്ള ആ ഈശ്വരന് നമ്മളെക്കുറിച്ച് അഭിമാനം തോന്നുന്ന തരത്തിലാണോ നമ്മുടെ പ്രവൃത്തി, അല്ലെങ്കിൽ നാം ജീവിക്കുന്നത്?
അതോ നമ്മളെക്കുറിച്ച് ഓർത്ത് നമ്മുടെ പേര് പരാമർശിക്കുന്ന സമയത്ത് അപമാനം കൊണ്ട് ഈശ്വരന് പോലും തല താഴ്ത്തേണ്ടി വരുന്ന ഒരു ഭാവത്തിലാണോ നമ്മുടെ പ്രവൃത്തി എന്നുള്ളത് സ്വയം വിലയിരുത്തുക. അപ്പം എത്ര താഴ്ന്നു പോയി കഴിഞ്ഞാലും ഒരു മനുഷ്യന് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിനെ പ്രയോഗിച്ച് നമ്മുടെ ജീവിതത്തെ കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ ചീത്ത വഴിയിൽ പോയി കഴിഞ്ഞാലോ താഴ്ത്താനല്ല പരിശ്രമിക്കേണ്ടത്. ഗീതയിൽ തന്നെ പറയുന്നു, അഭിചേത്സു ദുരാചാരോ ഭജത്തെ മാം അനന്യഭാഗ്. മനുഷ്യനാണ്, അബദ്ധങ്ങൾ സംഭവിക്കാം, പിഴവുകൾ സംഭവിക്കാം, വീഴ്ചകൾ സംഭവിക്കാം, സ്വാഭാവികമായിട്ടുള്ളതാണ്. പക്ഷേ ഭഗവാൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നു, നീ എത്ര വലിയ മഹാഭാവിയാണെങ്കിൽ പോലും, എത്രയധികം ജീവിതത്തിൽ അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിലും നിനക്ക് രക്ഷപ്പെടാനുള്ള, നിനക്ക് ഉയരാനുള്ള വഴി നിന്റെ മുമ്പിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കയറി വരാനുള്ള പിടിവള്ളി നിന്റെ മുൻപിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ആ പിടിവള്ളിയിൽ പിടിച്ച് നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയതായ നിന്റെ ജീവിതം വീണ്ടെടുക്കാൻ ഇനിയും സമയം ശേഷിക്കുന്നുണ്ട് എന്ന് നമ്മളെ ഗീത ഉദ്ബോധിപ്പിക്കുന്നു. പക്ഷെ അതിനൊക്കെ വേണ്ടതായിട്ടുള്ള മുഖ്യമായ ഘടകം എന്നുള്ളത് സ്വയം വീണ്ടു വിചാരമാണ്. അവനവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, അവനവൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്, താനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് സ്വയം വീണ്ടു വിചാരം ചെയ്യാൻ കഴിയാത്ത ഒരാളെ ആരെല്ലാം ഉപദേശിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ല. മാതാപിതാക്കളാകട്ടെ, ഗുരുനാഥന്മാരാകട്ടെ, മറ്റ് നമ്മുടെ ബന്ധുക്കളാകട്ടെ, ആരെല്ലാം ഉപദേശിച്ചാലും എപ്പോഴാണോ ഒരാൾക്ക് സ്വയം ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തണം എന്നുള്ള ഒരു ചിന്ത ഉടലെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഉടലെടുക്കാത്ത സമയം വരെ ആരെല്ലാം ഉപദേശിച്ചിട്ടും പ്രയോജനമില്ല. എന്നാൽ ആരും ഉപദേശിച്ചില്ലെങ്കിലും സ്വയം ജീവിതത്തെക്കുറിച്ചൊരു വീണ്ടുവിചാരമുണ്ടായി മാറ്റം വരുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വന്തം ജീവിതം മാറ്റിയെടുക്കാനും സാധിക്കും. ഇവിടെ വേദവ്യാസ മഹർഷി തൻ്റെ മനസ്സിലുണ്ടാകുന്നതായ അല്ലെങ്കിൽ ഉണ്ടായതായ അകൃതാർത്ഥതാ ബോധത്തിന്, ആത്മഗ്ലാനിക്ക് കാരണം എന്താണ് എന്ന് സ്വയം വിശകലനം ചെയ്തു. ആ സ്വയം വിശകലനം ചെയ്ത സമയത്ത് അതിനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെയും ഇതുപോലെയുള്ള പല ആളുകളുമായി നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അറിവുള്ളവരായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിന് ഒരു മാർഗനിർജ്ജനം നൽകാൻ കഴിവുള്ള ആളുകളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ചോദിക്കാനൊന്നുമില്ല. ചോദിക്കാനില്ലാതിരിക്കാൻ കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നേ ഇല്ല. എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ മതിയോ? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴല്ലേ നമുക്കൊരു വീണ്ടുവിചാരം വരുന്നതും, അല്ലെങ്കിൽ ആ ജീവിതത്തെക്കുറിച്ച് ഒരു അവബോധം നമുക്കുണ്ടാകുന്നതും. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള വേദവ്യാസ മഹർഷിയുടെ മുമ്പിൽ, ചിന്താകലുഷിതമായിട്ടിരുന്നതായ വേദവ്യാസ മഹർഷിയുടെ മുൻപിൽ നാരദ മഹർഷി വന്നു. ആ നാരദനെ വേണ്ട രീതിയിൽ സത്കരിച്ചു. സത്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ആൾക്ക് ഇരിക്കാൻ ഇരിപ്പിടം കൊടുക്കുക, പുഞ്ചിരിയോട് കൂടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, അദ്ദേഹത്തെ പാദപൂജാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇങ്ങനെയാണ് 5-ാമത്തെ അധ്യായം വ്യാസനാരദ സംവാദം ആരംഭിക്കുന്നത്. അവിടെ മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമാണ് നാരദ മഹർഷി ആദ്യം തന്നെ സ്വീകരിച്ചതായ, സൽക്കരിച്ചതായ വ്യാസമഹർഷിയോട് ചോദിക്കുന്നത്. ഭാഗ്യവാനായിട്ടുള്ള വ്യാസമഹർഷി, അങ്ങയുടെ ശരീരത്തിനും മനസ്സിനും സുഖം തന്നെയല്ലേ എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ളൊരു ചോദ്യം. വളരെ പ്രസക്തമായ, വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ വിശേഷണങ്ങളോട് കൂടിയിട്ടാണ് ആ ചോദ്യം. ഹേ മഹാഭാഗ, പരാശരപുത്രനായിരിക്കുന്ന ഭാഗ്യവാനായിട്ടുള്ള വ്യാസമഹർഷി, നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. നമ്മൾ പറയും നിർഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ കഷ്ടകാലം നമുക്കുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം ഏറ്റവും വലിയ മഹാഭാഗ്യം എന്നുള്ളത്
ആരോഗ്യമുള്ളൊരു ശരീരം നമുക്കുണ്ട്. ഒപ്പം വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ഇനിയും വീണ്ടെടുക്കാനുള്ള സാമർഥ്യം നമുക്കുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിച്ച് വീണ്ടും പൊരുതി നേടാൻ, എല്ലാം നഷ്ടപ്പെട്ട സ്ഥലത്തു നിന്നും വീണ്ടും പൊരുതിയെടുക്കാൻ ഇനിയും നമുക്ക് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ കഴിവുണ്ട് മനുഷ്യനെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഹേ വ്യാസമഹർഷി, അങ്ങേക്ക് ശരീരത്തിനും മനസ്സിനുമൊക്കെ സുഖം തന്നെയല്ലേ? പരിതുഷ്യതി ശാരീര ആത്മാ മാനസയേവവാ. അങ്ങയുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ സുഖം തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് പലപ്പോഴും ഇത് രണ്ടും ഒരുമിച്ചുണ്ടാകാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ചിലപ്പോൾ ശരീരത്തിന് സുഖം ഉണ്ടാവും, മനസ്സിന് സുഖം ഉണ്ടാവില്ല. മനസ്സിന് സുഖം ഉണ്ടാവും, ശരീരത്തിന് സുഖം ഉണ്ടാവില്ല. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു കലയാണ്. രണ്ടും ആവശ്യമാണ്. അപ്പം അതുകൊണ്ടാണ് ചോദിച്ചത്, അങ്ങയുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ സുഖം തന്നെയല്ലേ? മനുഷ്യന് അറിയേണ്ടവയൊക്കെ അങ്ങ് നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട്. ധർമ്മശാസ്ത്രങ്ങളൊക്കെ അധ്യയനം ചെയ്ത് മനുഷ്യൻ അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണോ അതൊക്കെ അങ്ങ് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. കാരണം ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പ്രതിപാദിക്കുന്ന അത്ഭുത ഇതിഹാസമായിട്ടുള്ള മഹാഭാരതം അങ്ങ് നിർമ്മിച്ചുവല്ലോ. അതിൽ പറയാത്ത ഒരു കാര്യങ്ങളുമില്ല. അപ്പം അങ്ങേക്ക് അറിയില്ലായിരുന്നു എങ്കിൽ അതൊന്നും അങ്ങ് അതിൽ പ്രതിപാദിക്കില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങ് അതെല്ലാം വേണ്ട രീതിയിൽ അറിഞ്ഞിട്ടുണ്ട്. വേദത്തിൻ്റെ പരമ താല്പര്യമായിരിക്കുന്ന സനാതന ബ്രഹ്മത്തെ അങ്ങ് വിചാരം ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. അത് ബ്രഹ്മസൂത്രത്തിൽ വേദവ്യാസ മഹർഷി ബ്രഹ്മസൂത്രം എന്നുള്ള മനോഹരമായ കൃതി രചിച്ചതിലൂടെ ആ പരമതത്വത്തെ, സനാതന ബ്രഹ്മത്തെ അറിഞ്ഞിട്ടുണ്ട്. ആ ബ്രഹ്മസൂത്രത്തിലെ വാക്യത്തെ കൊണ്ടാണ് ജന്മാദ്യസ്യ യതഃ എന്നുള്ളതായ സൂത്രത്തിലൂടെ ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അങ്ങേക്ക് എന്തോ ഒരു പോരായ്മ ഉള്ളതുപോലെ അങ്ങയുടെ മുഖത്ത് തോന്നുന്നുണ്ടല്ലോ എന്ന് നാരദൻ പറയുകയാണ്. കാരണം അങ്ങയുടെ മുഖം വേണ്ടത്ര ഒരു പ്രസന്നമായിട്ട് കാണുന്നില്ല. എന്താ അങ്ങയുടെ ദുഃഖ കാരണം അങ്ങ് പറയൂ എന്ന് പറയുകയാണ്. ഇപ്പം നമ്മുടെ മുഖം നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയാറുണ്ട്. മുഖത്ത് സന്തോഷമുണ്ടെങ്കിൽ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ മുഖത്ത് പ്രതിഫലിക്കും. മനസ്സിൽ ദുഃഖമാണെങ്കിൽ ആ ദുഃഖം നമ്മൾ എത്ര മറച്ചു വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ലാഞ്ചന, ഒരു നിഴല് നമ്മുടെ മുഖത്തടിക്കും. അറിയാവുന്ന ആളുകൾക്കത് മനസ്സിലാകുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് നാരദ മഹർഷി ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും വാസ്തവത്തിൽ അങ്ങ് ദുഃഖിക്കാൻ അർഹനല്ല, എന്നാലും അങ്ങയുടെ മുഖത്ത് എന്തോ ഒരു ദുഃഖത്തിൻ്റെ ലാഞ്ചന കാണുന്നുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറയുകയാണ്. അപ്പോഴാണ് വ്യാസമഹർഷി മറുപടി പറയുന്നത്, ഹേ മഹർഷി, അങ്ങ് പറഞ്ഞ യോഗ്യതകൾ എല്ലാം എനിക്കുണ്ട്. എന്നാലും എൻ്റെ മനസ്സിന് പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി തോന്നുന്നില്ല. സംതൃപ്തിയൊക്കെ ഉണ്ട്, ജീവിതത്തിൽ നമുക്കും അങ്ങനെയാണ്. സംതൃപ്തി നമുക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് ലഭ്യമാകാറില്ല. ഇഷ്ടപ്പെട്ട ആളുകളുമായി കണ്ടുമുട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകാറുണ്ട്. ഇഷ്ട വസ്തുക്കൾ ലഭ്യമാകുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകാറുണ്ട്. അങ്ങനെ തനിക്ക് ഇഷ്ടമായതിനെ കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നമുക്ക് സന്തോഷം അനുഭവപ്പെടാറുണ്ട്, സംതൃപ്തി ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊക്കെ ക്ഷണികമാണ്. പൂർണ്ണമായ ഒരു സംതൃപ്തി നമുക്ക് അനുഭവപ്പെടാറില്ല. അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്, ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ എനിക്ക് ഉണ്ടെങ്കിൽ കൂടിയിട്ട് എൻ്റെ മനസ്സിനൊരു പൂർണ്ണ സംതൃപ്തി തോന്നുന്നില്ല. മാത്രമല്ല, ഞാൻ എത്രയൊക്കെ വിചാരം ചെയ്തിട്ടും അതിനുള്ള കാരണം എന്താണ് എന്ന് എനിക്കങ്ങ് തെളിഞ്ഞു വരുന്നുമില്ല. ഹേ നാരദ മഹർഷി, അങ്ങ് അപാരജ്ഞാനിയാണ്. അങ്ങ് തന്നെ അതിനെ മനസ്സിലാക്കി പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. എന്നിട്ട് പറയണു, പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ രജസ്, സത്വം, തമസ് എന്നീ 3 ഗുണങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതിനെയും അതേസമയം നിസ്സംഗനായിട്ടിരിക്കുന്നതിനെയും ഈശ്വര ഉപാസനാ പ്രഭാവം കൊണ്ട് അങ്ങ് സ്പഷ്ടമായിട്ട് അറിയുന്നവനാണ്. ഈശ്വരൻ
ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നു. അതേസമയം ഇതിലൊന്നും ബന്ധപ്പെടാതെയും നിസ്സംഗനായും ഇരിക്കുന്നു. അത് എങ്ങനെയാണെന്നുള്ളത് അങ്ങ് അറിഞ്ഞിട്ടുണ്ട്. വായു ശരീരത്തിനകത്തും പുറത്തും സഞ്ചരിക്കുന്നത് പോലെ ബ്രഹ്മാണ്ടത്തിൻ്റെ അകത്തും പുറത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അങ്ങ്. സൂര്യൻ ഇരുട്ടിനെ അകറ്റുന്ന മാതിരി തന്നെ സമീപിക്കുന്നവരുടെ അജ്ഞാന അന്ധകാരത്തെ അകറ്റുന്നവനും ആണ് അങ്ങ്. അതിനാൽ ധർമാചരണം കൊണ്ട് വേദത്തിലും യോഗം കൊണ്ട് പരബ്രഹ്മത്തിലും നിഷ്ഠയോടുകൂടിയ എൻ്റെ ന്യൂനത എന്താണ് എന്ന് അങ്ങ് പറഞ്ഞു മനസ്സിലാക്കി തന്നാലും എന്ന് പറയാം. അപ്പോൾ നാരദ മഹർഷി അതിന് മറുപടി പറയാൻ തുടങ്ങി. ഹേ വ്യാസമഹർഷി, ഭഗവാന്റെ നിർമ്മലമായിട്ടുള്ള കീർത്തിയെ അങ്ങ് പൂർണ്ണമായിട്ട് വർണ്ണിച്ചിട്ടില്ല. അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന, അഥവാ എല്ലാ കാര്യങ്ങളും ഏതിലേക്ക് എത്താൻ വേണ്ടിയാണോ പറയപ്പെടുന്നത്, നാരായണ പരാവേദ ദേവാ നാരായണാംഗജാഹ, വേദങ്ങൾ മുഴുവൻ ഏതൊരു നാരായണനെ കുറിച്ചിട്ടാണോ കീർത്തിക്കുന്നത്, യോഗം ഏതൊരു നാരായണന്റെ അംഗങ്ങളായിട്ടാണോ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊരു പരമതത്വത്തെ അറിയുന്നതിന് വേണ്ടിയാണോ യോഗാനുഷ്ഠാനങ്ങൾ അഭ്യസിക്കാൻ പറയുന്നത്, അങ്ങനെയുള്ള ആ പരമപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ നിർമ്മലമായ കീർത്തിയെ അങ്ങ് പൂർണ്ണമായിട്ട് വർണ്ണിച്ചിട്ടില്ല. അതുകൊണ്ടേ ഭഗവാൻ സന്തോഷിക്കൂ. ഭഗവത് പ്രീതിക്ക് ഉതകാത്തതായിട്ടുള്ള ജ്ഞാനം എപ്പോഴും അപൂർണമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മഹാഭാരതത്തിൽ അങ്ങ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. അതിൽ അങ്ങ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ധർമ്മത്തിനാണ്. ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് ധർമ്മമാണ് എന്നുള്ളത് കൊണ്ട്, സമാജത്തിന് ധർമ്മ ഉദ്ബോധനമാണ് ആവശ്യമുള്ളത് എന്നുള്ളത് കൊണ്ടും വേദവ്യാസ മഹർഷി ധർമ്മത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. എന്നാൽ അത്രത്തോളം പ്രാധാന്യം ഭഗവാൻ വാസുദേവന്റെ മഹിമകൾക്ക് അങ്ങ് കൊടുത്തില്ല. സകല ഗുണങ്ങളും തികഞ്ഞ കവിതയാണെങ്കിൽ കൂടി ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന ഭഗവാന്റെ കീർത്തിയെ വർണ്ണിക്കാത്തതാണ് എങ്കിൽ അതിനെ സജ്ജനങ്ങൾ സ്വീകരിക്കാറില്ല. മാനസ സരസിലെ നിർമ്മല ജലത്തിൽ നീന്തിക്കളിക്കുന്ന അരയന്നങ്ങൾ കാക്കകൾ കുളിക്കുന്ന പൊട്ടക്കുഴിയിൽ കുളിക്കാൻ ആഗ്രഹിക്കില്ലല്ലോ. ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കാത്ത കവിത കാക്കകളെ പോലെ മലിന പദാർത്ഥങ്ങളിൽ രമിക്കുന്ന വിഷയികൾക്കുള്ളതാണ്. പരമഹംസന്മാരായിട്ടുള്ള ആളുകൾ അവയിൽ ആനന്ദിക്കില്ല. എന്നാൽ ഓരോ ശ്ലോകത്തിലും തെറ്റുള്ളതാണെങ്കിലും കവിതാഗുണം കുറഞ്ഞതാണെങ്കിലും ഭഗവാന്റെ നാമങ്ങളെയും ലീലകളെയും വർണ്ണിക്കുന്ന കവിത സജ്ജനങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുന്നു, കീർത്തിക്കുന്നു, പാടുന്നു. ഇപ്പം നമ്മുടെ ജ്ഞാനപ്പാനയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ ലളിതമായിട്ടുള്ള സരളമായിട്ടുള്ള വലിയ സാഹിത്യ ഭംഗിയോ കവിതാ ഭംഗിയോ ഒന്നും തികഞ്ഞതായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇന്നും എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടും ആളുകൾ അതിനെ കീർത്തിക്കുന്നു. സാധാരണക്കാരുടെ ഇടയിൽ പോലും അത് പ്രചാരമുള്ളതാണ്. എന്നാൽ വലിയ വലിയ വിദ്വാൻമാരുടെ എത്രയോ കവിതകളുണ്ട്, ആരും അറിയാതെ കിടക്കുന്ന എത്രയോ കവിതകളുണ്ട്. അതിൽ കാവ്യഭംഗിയും എല്ലാം ഉണ്ടാവും. പക്ഷേ ഇതാണ് വ്യത്യാസം. ഇവിടെ ഈശ്വരനെ കുറിച്ച് കീർത്തിക്കുന്നു, ഈശ്വര ഭക്തിയുടെ മഹിമകളെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് സാധാരണക്കാർ പോലും ഇന്നും അതിനെ കീർത്തിക്കുന്നു. വീണ്ടും നാരദ മഹർഷി പറയുകയാണ്, സർവകർമ്മ പരിത്യാഗം കൊണ്ടുണ്ടാവുന്ന ജ്ഞാനം പോലും ഭക്തിയോട് കൂടി ചേർന്നില്ല എങ്കിൽ വേണ്ടത്ര അനുഭവ സ്വരൂപമായി തീരില്ല എന്നുള്ളതാണ്. അതായത് ജ്ഞാനം പോലും ഭക്തിയോടുകൂടിയല്ല എന്നുണ്ടെങ്കിൽ അത് ശുഷ്കമായി തീരാറുണ്ട്. ആ സ്ഥിതിക്ക് ഈശ്വരാർപ്പണ ബുദ്ധിയോടെ അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയാണ് മനഃശുദ്ധി ഉണ്ടാക്കി തീർക്കുക? വേദത്തിൽ കർമ്മത്തെയും ജ്ഞാനത്തെയുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം ഇങ്ങനെ രണ്ടായിട്ടാണ് വേദത്തെ തിരിച്ചിട്ടുള്ളത്. ഉപാസനാകാന്ഡം എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമായിട്ട് രണ്ട് മാർഗമാണുള്ളത്. ഒന്നുകിൽ പ്രവൃത്തി മാർഗം, അല്ലെങ്കിൽ നിവൃത്തി മാർഗം. പ്രവൃത്തി മാർഗം എന്നുള്ളത് കർമ്മകാന്ഡവും നിവൃത്തി മാർഗം എന്നുള്ളത് ജ്ഞാനകാന്ഡവും. അപ്പം മുഖ്യമായിട്ട് വേദത്തിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഉപാസന എന്നുള്ളത് അന്ധക്കരണ ശുദ്ധിക്ക് അതിൽ ചേർത്തു എന്ന് മാത്രം. അപ്പം അങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളാണ് വേദത്തിലുള്ളത്.
ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന കർമ്മങ്ങളെ കർമ്മയോഗമായി തീർന്ന് മനഃശുദ്ധിക്ക് കാരണമായി തീരുകയുള്ളൂ. ഈശ്വര ശരണാഗതിയോടുകൂടിയ ജ്ഞാനം മാത്രമേ അനുഭവ സ്വരൂപമായി തീർന്ന് അജ്ഞാനത്തെ നശിപ്പിക്കുകയും ഉള്ളൂ. കർമ്മമായാലും ജ്ഞാനമായാലും ശരി, അവ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി അത്യാവശ്യമാണ്. കാരണം നിഷ്കളങ്ക ഭക്തി ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് അഹങ്കാരമാണ് നിഴലിക്കുക. അത് കർമ്മത്തിലാണെങ്കിലും ജ്ഞാനത്തിലാണെങ്കിലും ഈ അഹങ്കാരം നമ്മെ അധപ്പതിപ്പിക്കും. എന്നാൽ ഭക്തി ഉണ്ട് എങ്കിൽ, നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ താൻ എപ്പോഴും ഈശ്വരൻ്റെ ദാസനാണ് എന്നുള്ളതായ ആ ഭാവം നമ്മൾ അങ്കുരിച്ചുകൊണ്ടേയിരിക്കും. ഈശ്വരൻ്റെ ദാസനാണ് എന്നുള്ളതായ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നിടത്തോളം കാലം താൻ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും അത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, ഈശ്വരനാണ് ഇതിനെല്ലാം നിദാനമായിട്ടുള്ളത്, ഇതൊന്നും എൻ്റെ കഴിവുകളല്ല, ഈശ്വരൻ്റെ അനുഗ്രഹമാണ് എന്നുള്ളതായ ആ ഒരു ബോധം നമ്മിലുണ്ടാകുന്ന സമയത്ത് വിനീതമായിട്ടുള്ളൊരു ഭാവമാണ് ഉണ്ടാവുക. കാരണം അഹങ്കാരം എന്നുള്ളത് നമ്മെ അധപ്പതിപ്പിക്കുന്ന സമയത്ത് സമർപ്പണം എന്നുള്ള ഭാവം നമ്മളെ ഉയർത്തും. അതുകൊണ്ടാണ് ഏത് കാര്യമാണെങ്കിലും ശരി, ജ്ഞാനമായാലും കർമ്മമായാലും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ നിഷ്കളങ്കമായ ഭക്തി അത്യാവശ്യമാണ് എന്ന് പറഞ്ഞത്. ഭക്തി കൊണ്ട് ശുദ്ധമായി തീർന്ന മനസ്സിൽ മാത്രമേ ജ്ഞാനം പ്രകാശിക്കൂ. ജ്ഞാനം സ്ഫുരിക്കേണ്ടതാണ്, നമ്മൾ പുസ്തകം വായിച്ചുണ്ടാക്കേണ്ടതല്ല. പുസ്തക വായനയ്ക്ക് അതിന് സഹായകമായി തീരും. എന്നാൽ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കേണ്ടതാണ്. ആ ജ്ഞാനം പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ അത് അന്ധകരണം ശുദ്ധമായി തീരണം. കണ്ണാടി ശുദ്ധമായി കഴിഞ്ഞാൽ മാത്രമേ അതിൽ മുഖം പ്രതിബിംബിക്കൂ നല്ല രീതിയിൽ. കണ്ണാടി പൊടി പിടിച്ച് അഴുക്ക് പിടിച്ചതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ പോയി നോക്കിയിട്ട് കാര്യമില്ല, അത് വികൃതമായിട്ടേ കാണൂ, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ കാണുകയുമില്ല. അതിന് കണ്ണാടിയോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, കണ്ണാടി തുടച്ച് ശുദ്ധമാക്കുക എന്നുള്ളതാണ് അതിനുള്ള വഴി. ക്ഷമയോടുകൂടി എന്തെങ്കിലും പേപ്പറോ തുണിയോ എടുത്ത് ആ കണ്ണാടി തുടച്ച് ശുദ്ധമാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുഖം അവ്യക്തമായിട്ട് അല്ലെങ്കിൽ വികലമായിട്ട് കണ്ടുകൊണ്ടിരുന്നതായിട്ടുള്ള കണ്ണാടിയിൽ തന്നെ നമുക്ക് നമ്മുടെ മുഖം സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ അന്ധക്കരണം മലിനമായിരിക്കുന്നിടത്തോളം കാലം ആ അന്ധക്കരണത്തിൽ ഒരിക്കലും ആ ജ്ഞാനം പ്രകാശിക്കുന്നില്ല. ജ്ഞാനം പ്രകാശിക്കാതിരിക്കാൻ കാരണം അന്ധക്കരണത്തിൻ്റെ മാലിന്യമാണ്. ഭക്തി കൊണ്ട്, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര ഉപാസന, ഈശ്വര ഉപാസനയാണ് അന്ധക്കരണം ശുദ്ധമാകുന്നതിനുള്ള വഴി. അതുകൊണ്ടാണ് ദിവസവും നാമജപാദി കാര്യങ്ങൾ, കുറച്ചു നേരം ഈശ്വരൻ നാമം ജപിക്കുക, ഇഷ്ടദേവത ജപം, ആ നാമജപത്തോടൊപ്പം തന്നെ സാധിക്കുമെങ്കിൽ കുറച്ചു സമയം ഈശ്വര ധ്യാനം ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഉപാസന സമ്പ്രദായത്തിലൂടെ നമ്മുടെ അന്ധക്കരണത്തെ ശുദ്ധമാക്കാൻ കഴിയും. അന്ധക്കരണത്തെ ശുദ്ധമാക്കാൻ മറ്റു വഴികളൊന്നുമില്ല. അന്ധക്കരണം ശുദ്ധമായി തീർന്നാൽ ആ ശുദ്ധമായിട്ടുള്ള അന്ധക്കരണത്തിൽ മനസ്സിൽ ജ്ഞാനം പ്രകാശിക്കും. അതുകൊണ്ട് അങ്ങ് സകല മനുഷ്യരുടെയും ബന്ധനിവൃത്തിക്കായിട്ട് ഭഗവാന്റെ മഹിമകളെ സ്വന്തം കവിതാ സാമർഥ്യം മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് വർണ്ണിക്കൂ. സമാധിയിലൂടെ ഭഗവാന്റെ ലീലകളെ അങ്ങേക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ അങ്ങേക്ക് കഴിയുന്നതാണ്. കേൾക്കുന്ന നിമിഷത്തിൽ ഭക്തി ഉണ്ടാകത്തക്ക വിധം അവയെ ഹൃദയസ്പർശിയായ രീതിയിൽ പ്രകാശിപ്പിക്കൂ. എന്തിനെ പറ്റിയെങ്കിലും പറയണമെങ്കിൽ ആദ്യം അതിനെ ഓർമ്മിക്കണം. ഭഗവാനെ ഒഴികെ മറ്റെന്തിനെപ്പറ്റി പ്രതിപാദിക്കുമ്പോഴും അവയുടെ നാമരൂപങ്ങളിൽപ്പെട്ട മനസ്സ് കാറ്റിൽപ്പെട്ട തോണിയെ പോലെ ചലിച്ചുകൊണ്ടേയിരിക്കും. ഭഗവത് സ്മരണ കൊണ്ട് മാത്രമേ മനസ്സ് നിശ്ചലമായിട്ട് തീരുകയുള്ളൂ. വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കും തോറും മനസ്സ് കൂടുതൽ ചഞ്ചലമായി കൊണ്ടിരിക്കും, ചപലമായി കൊണ്ടിരിക്കും. എന്നാൽ ഈശ്വര ചിന്തയിലേക്ക് വരുമ്പോൾ അത് ക്രമേണ ക്രമേണ ഏകാഗ്രമായി തീരും, ശാന്തമായി തീരും. അപ്പൊ കേവലം ഭഗവാന്റെ അനുഗ്രഹം എന്നുള്ളതിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ മനസ്സിനെ ഏകാഗ്രത ഉള്ളതാക്കി തീർക്കുന്നതിന് വേണ്ടി, മനസ്സിനെ ശക്തിയുള്ളതിനാക്കി തീർക്കുന്നതിന് വേണ്ടി, മനസ്സിൽ ധൈര്യമുണ്ടാകുന്നതിന് വേണ്ടി, ഇതിനെല്ലാം വേണ്ടിയാണ് ഈശ്വരനാമം ജപിക്കണമെന്ന് പറയുന്നത്. കുട്ടികളെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ തന്നെ ഒരു ഈശ്വരനാമം ജപിക്കുന്ന ശീലമുള്ളവരാക്കി തീർക്കുന്നതും എല്ലാം അവരുടെ
ആ വളർന്നു വരുന്ന സമയത്ത് അവരിലൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്നതിനും ഒക്കെ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടികൾ ജപിക്കണമെന്നുണ്ടെങ്കിൽ മുതിർന്നവർ ജപിക്കുന്നതായിട്ടുള്ളൊരു ശീലം ഉണ്ടാകണം. അത് കണ്ടിട്ടാണല്ലോ കുഞ്ഞുങ്ങൾ പഠിക്കുക. അപ്പം അതുകൊണ്ട് ഭഗവത് സ്മരണ കൊണ്ട് മാത്രമേ മനസ്സ് നിശ്ചലമായി തീരൂ. അവസാനമില്ലാത്തവനും സർവവ്യാപിയും നിർഗുണ സ്വരൂപിയുമായ പരമാത്മാവിൽ മനസ്സ് അടങ്ങിയാലുള്ള സുഖം അതിസമർത്ഥരായ സാധകന്മാർക്ക് മാത്രമേ അനുഭവിക്കാൻ കഴിയൂ. ഭൂരിപക്ഷം ജനങ്ങളും ശരീരത്തെ സുഖിപ്പിക്കുന്ന വിഷയങ്ങളെ സമ്പാദിക്കാനുള്ള കർമ്മങ്ങളിലാണ് വ്യാപൃതരായിട്ടിരിക്കുന്നത്. ശരീരത്തെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൗതിക വസ്തുക്കൾ എത്ര കണ്ട് നേടിയെടുക്കുന്നുവോ അതാണ് ജീവിത വിജയമെന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അവരതിനു വേണ്ടി പരിശ്രമിക്കാറുണ്ട്. എന്നാൽ ജീവിക്കാൻ നമുക്ക് ഭൗതിക പദാർത്ഥങ്ങളൊക്കെ ആവശ്യമാണ്. വീട് വേണം, വാഹനം വേണം, മറ്റെന്തെല്ലാം നമുക്ക് ഭൗതികമായ ചുറ്റുപാടുകളും അനിവാര്യമാണോ അതെല്ലാം വേണം. പക്ഷെ എന്നാൽ കേവലം ഭൗതിക പദാർത്ഥങ്ങളെ കൊണ്ട് മാത്രം ഒരാൾക്ക് പൂർണ്ണ സംതൃപ്തി അടയാൻ സാധിക്കില്ല. അതിനാണ് ഇവിടെ പറഞ്ഞത്, അന്തമില്ലാത്തവനും സർവവ്യാപിയും നിർഗുണ സ്വരൂപിയുമായിട്ടുള്ള ആ പരമാത്മാവിൽ ഭഗവാനിൽ മനസ്സ് രമിക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭം വരുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സുഖം, അതാണ് യഥാർത്ഥ സുഖം. ആ സുഖം സാധകന്മാർക്ക് മാത്രമേ അനുഭവിക്കാൻ സാധിക്കൂ. അതായത് ഈശ്വര അനുഷ്ഠാനം ചെയ്യുന്ന ആളുകളെയാണ് സാധകന്മാരെന്ന് പറയുന്നത്. അവർക്ക് മാത്രമേ അനുഭവിക്കാൻ കഴിയൂ. മറ്റുള്ളവർക്കൊരിക്കലും അനുഭവിക്കാൻ കഴിയില്ല. അത് നമ്മൾ ലോകത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഭക്തി കൊണ്ട് മാത്രമേ സാധാരണ ആളുകളുടെ മനസ്സ് വിഷയങ്ങളെ വിട്ട് ഈശ്വര അഭിമുഖം ആയിത്തീരും. അവരോട് സാധാരണ ആളുകളോട് വലിയ വേദാന്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വലിയ പ്രയോജനമില്ല. കാരണം അവരവരുടെ ജീവിത പ്രാരാബ്ധങ്ങളുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സാധാരണ ആളുകൾ, വലിയൊരു ശതമാനം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആ ഭക്തിയുടെ മാഹാത്മ്യത്തെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അനുഷ്ഠിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് കേൾക്കാൻ സുഗമമായിട്ടും അനുഷ്ഠിക്കാൻ സുഗമമായതും ഒക്കെ ആയി തോന്നും. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ആ ഭക്തി കൊണ്ട് അവരുടെ മനസ്സ് വിഷയങ്ങളിൽ നിന്ന് കുറച്ച് സമയത്തെങ്കിലും വിട്ട് ഈശ്വരാഭിമുഖമായി തീരും. മുഴുവൻ സമയവും വിഷയങ്ങളിൽ നിന്ന് വിട്ട് ഈശ്വര ഭജനം ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല സാധാരണ ആളുകളെ സംബന്ധിച്ച്. എന്നാൽ തൻ്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് കുറച്ച് സമയമെങ്കിലും ഈശ്വര ഭജനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ശീലിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഭക്തി കൊണ്ട് മനസ്സ് ഈശ്വരാഭിമുഖമായി തീരും. അതുകൊണ്ട് നിഷ്കളങ്ക ഭക്തി ഉണ്ടാകുന്നതിന് വേണ്ടി അങ്ങ് ഭഗവാന്റെ മഹിമകളെയും ലീലകളെയും ഒക്കെ സാധാരണക്കാർക്ക് പ്രയോജനകരമായി തീരത്തക്ക വിധത്തിൽ വർണ്ണിക്കൂ. സ്വധർമ്മത്തെ ഉപേക്ഷിച്ച് നിഷ്കളങ്ക ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുകയാണ് എങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് ഈ ജന്മത്തിൽ മുക്തനായി തീരാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരിക്കലും അധപ്പതനം ഉണ്ടാവില്ല. അതാണ് ഭക്തിയുടേതായിട്ടുള്ള ഒരു മഹിമ. നമ്മുടെ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമ്മുടെ സ്വധർമ്മത്തിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിക്കാം. സ്വധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ധർമ്മം, വ്യക്തിഗതമായിട്ടുള്ള ധർമ്മമുണ്ട്, സാമൂഹികമായിട്ടുള്ള ധർമ്മമുണ്ട്. ഒരാൾ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെതായിട്ടുള്ള ധർമ്മമുണ്ട്, ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ്റെ ധർമ്മമുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും ധർമ്മമുണ്ട്. അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ ഉണ്ട്. പലപ്പോഴും അതിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിക്കാം. നമുക്കത് പൂർണ്ണമായിട്ട് ശാസ്ത്രത്തിൽ പറയുന്ന രീതിയിൽ പരിപാലിക്കാനൊന്നും പലപ്പോഴും സാധിക്കില്ല. എന്നാൽ നമുക്ക് ഭക്തിയുണ്ട് എന്നുണ്ടെങ്കിൽ, ഈശ്വരനെ ദിവസവും നിഷ്കളങ്കമായി ഭജിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ സ്വധർമാചരണത്തിൽ വന്നു കഴിഞ്ഞാലും അധപ്പതിക്കില്ല എന്ന് പറയുകയാണ്. ഒരുപക്ഷെ നമുക്ക് സംസാര മുക്തി, മോക്ഷം എന്നുള്ളത് ലഭ്യമായി തീരില്ല, എങ്കിലും അധപ്പതനം ഉണ്ടാവില്ല. അടുത്ത ജന്മത്തിൽ ഈ ജന്മത്തിലെ ഭക്തിവാസന വികസിച്ച് കൂടുതൽ ദൃഢതയോടുകൂടിയിട്ട് ഭഗവാനെ ഭജിച്ച് ജന്മസാഫല്യമാകുന്ന മോക്ഷം സാധിക്കുന്ന രീതിയിലുള്ള ഒരു ജന്മം കിട്ടും.
ഗീതയിലും പറയുന്നുണ്ടല്ലോ, ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായത്തെ. ഉത്തമരായിട്ടുള്ള കുടുംബത്തിൽ അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ സമ്പർക്കത്തിനിടയിൽ അങ്ങനെയുള്ള ആ ജീവൻ മുക്തി നേടിയില്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരും. ചെറുപ്പത്തിൽ തന്നെ ആ ഈശ്വരീയമായ ഒരു സംസ്കാരത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ളതായ സന്ദർഭം ആ ജീവന് വന്നു ചേരും. അതാണ് ഇവിടെയും എടുത്തു പറഞ്ഞത്. അടുത്ത ജന്മത്തിൽ ഭക്തിവാസന വികസിച്ച് ദൃഢതയോടുകൂടി ഭഗവാനെ ഭജിക്കാനും ജന്മസാഫല്യം നേടാനും സാധിക്കും. എന്നാൽ ജീവിതകാലം മുഴുവൻ ധർമ്മം ആചരിച്ച് ജീവിച്ചിട്ടും ഭക്തി ഉണ്ടായില്ല എങ്കിലോ ആ ധർമാചരണം കൊണ്ട് എന്ത് നേട്ടം ഉണ്ടാവാൻ പോണത്? ധർമാചരണം വ്യർത്ഥമല്ല. കാരണം ധർമ്മം ആചരിക്കുന്നത് കൊണ്ട് പുണ്യം ഉണ്ടാകുന്നു. ആ ധർമാചരണം അല്ലെങ്കിൽ പുണ്യകർമ്മം കൊണ്ട് സ്വർഗം നേടാൻ സാധിക്കുന്നു. അല്ല, നമ്മുടെ കർമ്മങ്ങൾ അധർമ്മമായിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ പാപകർമ്മങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിണത ഫലമായിട്ട് നരകപ്രാപ്തി ഉണ്ടാവുന്നു. ഈ പുണ്യമുണ്ടായി സ്വർഗത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങളോ, കേവലം ഒരു സ്വർഗം മാത്രമല്ല, പല സ്ഥലങ്ങളുണ്ട് പുണ്യത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി. ബ്രഹ്മലോകം മുതൽ താഴേക്ക് വരെയുള്ളതെല്ലാം ആ ബ്രഹ്മ ഭുവനാൻ ലോകാഹ പുനരാവർത്തിനോ അർജുന എന്ന് ഗീതയിൽ ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, ഇങ്ങനെയുള്ള ലോകങ്ങളെല്ലാം ഊർധ്വലോകങ്ങളാണ്. പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ എല്ലാം പോകുന്നത്. പക്ഷേ സത്യലോകം വരെ പോയി കഴിഞ്ഞാലും വീണ്ടും താഴേക്ക് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ആ പുണ്യം സമാപിക്കുന്ന സമയത്ത് ഭൂമിയിലേക്ക് തിരിച്ചു വരാം. ഭൂമിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മനുഷ്യനായി തന്നെ വരണമെന്ന് നിർബന്ധമില്ല. കാരണം ദേവേന്ദ്രന്റെ സ്ഥാനത്തിരുന്ന നഹുഷൻ പെരുമ്പാമ്പായിട്ട് ഭൂമിയിൽ വന്ന കഥ നമുക്കറിയാം. അപ്പോൾ ഏത് രീതിയിൽ ഏത് കർമ്മഫലമാണ് പ്രബലമായി തീർന്ന് ഏത് ശരീരമാണ് കിട്ടുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ശ്രേഷ്ഠമായിട്ടുള്ളൊരു മനുഷ്യജന്മം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചുരുങ്ങിയ പക്ഷം അതിനേക്കാൾ താഴേക്ക് പോകാതിരിക്കാനെങ്കിലും പ്രയത്നിക്കേണ്ടതാണ് എന്ന് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പം നമുക്ക് ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ധർമാചരണങ്ങൾ അണുവിട തെറ്റാതെ ചെയ്തു കഴിഞ്ഞാലും കിട്ടാൻ പോകുന്ന എന്താണ്? പുണ്യലോകങ്ങളാണ്, ഊർധ്വലോകങ്ങളാണ്. ആ പുണ്യലോകങ്ങളുടെ സുഖ അനുഭവം, അതിനു വേണ്ടിയിട്ടാണല്ലോ സ്വർഗാദി ലോകങ്ങളിൽ പോണത്. അവിടെ പോയി സുഖഭോഗങ്ങൾ അനുഭവിക്കാം. പക്ഷേ പുണ്യം കഴിഞ്ഞു കഴിഞ്ഞാലോ താഴേക്ക് വീണ്ടും വരുമെന്നുള്ള, വീണ്ടും പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം എന്നുള്ളതായ സംസാര പ്രവാഹത്തിൽ തന്നെയാണ് വീണ്ടും വരിക. അപ്പൊ പുണ്യകർമ്മം കൊണ്ട് സ്വർഗവും പാപകർമ്മ ഫലമായിട്ടുള്ള നരകവും അനുഭവിക്കാൻ വേണ്ടി ജനിച്ചും മരിച്ചും കഴിയുന്ന ജീവന് എവിടുന്നാണ് ഒരു ശാശ്വത സുഖം ഉണ്ടാവുക? ചുട്ടുപൊള്ളുന്നതായിട്ടുള്ള ആ തീയിൻ്റെ അടുത്തുനിന്നെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് കിടത്തി, തണുത്ത വെള്ളത്തിൽ കിടത്തുന്ന സമയത്ത് നല്ല ചൂടത്തുനിന്ന് തണുത്ത വെള്ളത്തിലേക്ക് കിടത്തുമ്പോഴേ സുഖമുള്ളൂ. നല്ല തണുത്ത് വിറച്ചിരിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ഐസ് വാട്ടറിൽ കൊണ്ടുപോയി കിടത്തിക്കഴിഞ്ഞാൽ സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതെല്ലാം ആപേക്ഷികമാണ് സുഖദുഃഖങ്ങൾ. തണുത്ത് വിറച്ചിരിക്കുന്ന ഒരാൾക്ക് തീയിൻ്റെ അടുത്ത് പോയിരിക്കുകയാണെങ്കിൽ നല്ല സുഖം ഉണ്ടാവും. എന്നാൽ 40-45 ഡിഗ്രി ചൂടുള്ള സമയത്ത് ഇയാളെ വീണ്ടും തീയിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വലിയ ദുഃഖമായിരിക്കും. അപ്പം ചൂടെന്നുള്ളത് എപ്പോഴും ഒരാൾക്ക് സുഖം നൽകുന്നില്ല, തണുപ്പ് എന്നുള്ളതും എപ്പോഴും സുഖം നൽകുന്നില്ല. ഇതെല്ലാം സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആപേക്ഷികമാണ്. അപ്പൊ ഇവിടെയും ഈ സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കുന്നതായിട്ടുള്ള ഈ അനുഭവം എന്നുള്ളത് ശാശ്വതമായിട്ടുള്ളൊരു സുഖം നൽകുന്നില്ല. തൽക്കാലത്തേക്കൊരു സുഖം കിട്ടി, അപ്പോഴേക്ക് വീണ്ടും ദുഃഖം ഉണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജീവിത ആരംഭം മുതൽ അവസാനം വരെ ഒരാളും ദുഃഖിയായിട്ടും ഇരിക്കുന്നില്ല, സുഖിയായിട്ടും ഇരിക്കുന്നില്ല. ഇത് ചക്രം പോലെയാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സുഖവും ഉണ്ടാവുന്നു, ദുഃഖവും ഉണ്ടാവുന്നു, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ശാശ്വതമായിട്ടുള്ള ഒരു സുഖം എന്ന് ഒരിക്കലും കിട്ടുന്നില്ല. പൂർവജന്മ കർമ്മത്തിൻ്റെ ഫലമായിട്ടുള്ള ദുഃഖം പ്രയത്നം കൂടാതെ വന്നു ചേരുന്നത് പോലെ തന്നെ സുഖവും വന്നു ചേരും എന്നുള്ളതാണ്. കാരണം സുഖവും പൂർവകർമ്മത്തിൻ്റെ തന്നെ ഫലമാണ്. പ്രാരബ്ധം എന്ന് പറയും. പ്രാരബ്ധ കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ.
നമ്മൾ ആരും ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നില്ല തനിക്ക് കഷ്ടപ്പാട് വരണം, ദുഃഖം വരണം, ക്ലേശങ്ങൾ വരണം എന്ന് പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നത് മുഴുവൻ തനിക്ക് രോഗങ്ങൾ ഉണ്ടാകരുത്, ദുഃഖങ്ങൾ ഉണ്ടാകരുത്, ക്ലേശങ്ങൾ ഉണ്ടാകരുത് എന്നും, സുഖിയായിട്ടിരിക്കണം, സമ്പന്നനാകണം, ഇതൊക്കെയാണുള്ളത്. എന്നാൽ താൻ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള സുഖവും സമാധാനവും ഐശ്വര്യവും വേണ്ടത്ര കിട്ടുന്നില്ല. താൻ പ്രാർത്ഥിക്കാത്തതായിട്ടുള്ള, വേണ്ട വേണ്ട എന്ന് പറയുന്നതായിട്ടുള്ള ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളും ക്ലേശങ്ങളും ഒക്കെ തന്നെ അന്വേഷിച്ചു വരുന്നുണ്ട് എവിടെ പോയാലും. ഇതെന്തൊരു വിചിത്രതയാണെന്ന് ആലോചിച്ചു നോക്കൂ. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം തൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല ഈ വന്നു ചേരുന്നത്, തൻ്റെ കർമ്മഫലമാണ്. ആ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ശരീരം എടുത്തിട്ടുള്ളത്. എത്ര കാലം ഈ ശരീരത്തിലിരുന്ന് കർമ്മഫലങ്ങൾ, അതുകൊണ്ടാണ് ഭോഗായതനം ശരീരം എന്ന് പറയുന്നത്. ഭോഗം അനുഭവിക്കുന്നതിനുള്ള ആശ്രയമാണ് ഈ ശരീരം. ആർക്ക്? ജീവന്. ജീവാത്മാവിൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതിനുള്ള ഉപാധിയായിട്ട്, ഉപകരണമായിട്ടാണ് ഈ ശരീരം സ്വീകരിച്ചിട്ടുള്ളത്. ഭോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖദുഃഖ അന്യതര സാക്ഷാത്കാര ഭോഗ എന്ന് അന്നംഭട്ടൻ പറയും, തർക്കസംഗ്രഹത്തിൽ പറയും. സുഖമോ ദുഃഖമോ മാറി മാറി അനുഭവിക്കുന്നതിനെയാണ് ഭോഗം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഒന്നുകിൽ സുഖത്തെ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിക്കുന്നു. രണ്ടും ഒരേ സമയം അനുഭവിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് സുഖദുഃഖ അന്യതര സാക്ഷാത്കാര, ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം. ഇത് അനുഭവിക്കാൻ നമുക്ക് ശരീരം ഉണ്ടെങ്കിലേ സാധിക്കൂ. അതുകൊണ്ടാണ് ഭോഗ ആയതനം ശരീരം എന്ന് ശരീരത്തിന് ശാസ്ത്രത്തിൽ, ന്യായശാസ്ത്രത്തിൽ നിർവചനം കൊടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ പൂർവജന്മ കർമ്മത്തിൻ്റെ ഫലമായിട്ടുള്ള ദുഃഖം പ്രയത്നം കൂടാതെ വന്നു ചേരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സുഖവും വന്നു ചേരും. സുഖവും പൂർവകർമ്മ ഫലമാണ്. അതുകൊണ്ട് സുഖത്തിന് വേണ്ടി പ്രത്യേകിച്ച് കർമ്മം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്തിട്ടാണ് നമ്മളൊക്കെ സുഖികളായിട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദുഃഖം കിട്ടുന്നതിന് വേണ്ടി ആരും പ്രയത്നിക്കുന്നില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വരാൻ പാടില്ലായിരുന്നു. മാത്രമല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ സുഖവും സമാധാനവും തളം കെട്ടി കിടക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം നമ്മുടെയൊക്കെ കയ്യിലൊരു പത്ര ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ്. മുൻപ് ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സുഖത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് പരക്കം പായുകയല്ല വേണ്ടത്. നമ്മുടെ കർമ്മവാസനകളെ നശിപ്പിക്കാനുള്ള അനുഷ്ഠാനമാണ് മനുഷ്യജന്മം കിട്ടിയാൽ ചെയ്യേണ്ടത്. അത് ഭക്തി കൊണ്ട് സാധിക്കും. ഭക്തി കൊണ്ട് കർമ്മവാസനകളെ വേഗത്തിൽ നശിപ്പിക്കാൻ സാധിക്കും. വളരെ ലളിതമായിട്ടുള്ളതാണ്, എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നതാണ്, വലിയ കഠിനതകളില്ലാത്തതാണ് ഭക്തിമാർഗം. അതുകൊണ്ട് ഭക്തിമാർഗത്തിലൂടെ കർമ്മവാസനകളെ വേഗത്തിൽ നശിപ്പിക്കാൻ സാധിക്കും. ഭഗവാനെ ഭജിച്ചുകൊണ്ട് കഴിയുന്ന ഭക്തന്മാർ ഭക്തിയില്ലാത്ത കർമ്മികളെപ്പോലെ ജനനമരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽ ചുറ്റിത്തിരിയില്ല. ഭക്തിയുടെ സ്വാദ് അറിഞ്ഞാൽ പിന്നെ ഈശ്വര ഭജനത്തെ ഉപേക്ഷിക്കാനും ഒരാൾക്കും സാധിക്കില്ല. അതാണ് ഭക്തിയുടെ ഒരു മഹിമ. നമ്മൾ ആ ഭക്തിയുടെ ഒരു രസം, ഭക്തിയുടെ സ്വാദ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈശ്വര ഭജനം ഉപേക്ഷിക്കില്ല. ഈ ഈശ്വര ഭജനം എന്ന് പറയുന്നതുകൊണ്ട് തൻ്റെ ജോലി കാര്യങ്ങൾ, തൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് സദാസമയവും നാമം ജപിച്ചിരിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നമുക്കൊക്കെ മുൻപും എടുത്തെടുത്ത് പറയുന്നതാണ്. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാരണം സമൂഹത്തിൽ എപ്പോഴും ഭൂരിപക്ഷവും സാധാരണക്കാരാണ്. വിരക്തരായിട്ടുള്ള സന്യാസിമാർക്ക് മാത്രമല്ല ഇത് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിത പ്രാരബ്ധങ്ങളിലൂടെ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കുറച്ച് സമയമെങ്കിലും ഈശ്വര ഭജനത്തിന് മാറ്റിവെക്കുക. ആ കുറച്ച് സമയം ചെയ്യുന്ന ഈശ്വര ഭജനമാണ് നമ്മുടെ മനസ്സിന് കരുത്ത് നൽകുന്നത്, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള ശക്തി നൽകുന്നത്, ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നത് എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭക്തിയില്ലാത്തതായിട്ടുള്ള കേവല കർമ്മികളെ പോലെ ഈ സംസാരത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വരില്ല. കാരണം ഭക്തന്മാരായിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വരുന്ന ഏത് അനുഭവങ്ങളെയും ഈശ്വര പ്രസാദമായിട്ട് കാണാനും
വരുന്നതായിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ അതിജീവിക്കാൻ, ഓവർകം ചെയ്യാനുള്ളതായ ഒരു ശക്തി ആ ഈശ്വര അനുഗ്രഹം കൊണ്ട് അവർക്ക് ലഭ്യമാവുകയും ചെയ്യും. അവരുടെ മനസ്സ് എപ്പോഴും അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് ഭക്തി ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നിവിടെ പറയുന്നത്. ഭക്തി വളരും തോറും കർമ്മവാസനകൾ കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് ഏറ്റവും മഹിമ. ഇവിടെ കർമ്മവാസനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ദുർവാസനകളെന്ന് സാമാന്യമായിട്ട് എടുത്താൽ മതി. നമ്മുടെ ഉള്ളിൽ, അതുകൊണ്ടാണ് കുട്ടികളിലൊക്കെ ഒരു ഈശ്വര സംസ്കാരം, ഒരു ആത്മീയ സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കാൻ ബോധപൂർവം ശ്രമിക്കണമെന്ന് പറയുന്നത്. അവരെ അന്ധവിശ്വാസികളാക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്ര ചിന്താശക്തിയെ നശിപ്പിക്കാനോ ഒന്നുമല്ല, മറിച്ച് ഒരു ഈശ്വര വിശ്വാസം, ഒരു ഭക്തി അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരിക്കലും അവർക്ക് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ തോന്നില്ല. അധാർമികമായിട്ടുള്ള വഴി അവർ തിരഞ്ഞെടുക്കില്ല. അതുകൊണ്ടാണ് ഈ കർമ്മവാസനകൾ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യമായി നമുക്ക് വേദാന്തത്തിൽ അത് കർമ്മവാസനകൾ എന്നുള്ളതിന് വേറെ അർത്ഥത്തിലെടുക്കാം. എങ്കിലും ഇവിടെ ദുർവാസനകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കർമ്മവാസനകൾ കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം ഈ കർമ്മവാസനകളാണ് നമ്മളെ പുനർജന്മത്തിന് കാരണമായി തീരുന്നത്. ആ വാസനകൾ അതിൻ്റെ ഫലം നൽകാൻ വേണ്ടി ശരീരം എടുപ്പിക്കുന്നു, അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പം അത് ഈ ഭക്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ കർമ്മവാസനകൾ കുറഞ്ഞു കുറഞ്ഞു വരും. സമുദ്രം തിരമാലകളായിട്ട് തോന്നപ്പെടുന്നത് പോലെ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ച സ്വരൂപത്തിൽ പ്രകടമായിട്ടുള്ളത്. തിരമാല സമുദ്രമല്ലാത്തതുപോലെ, തിരമാല സമുദ്രമല്ല, സമുദ്രത്തിലാണ് തിരമാല. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം പരമാത്മാവിൻ്റെ വാസ്തവ സ്വരൂപമല്ല. പ്രപഞ്ചത്തിന് അതീതനാണ് പരമാത്മാവ്. ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് പരമാത്മാവായ ഭഗവാനിലാണ്. അതാണ് അവിടെ തിരമാലയുടെ ദൃഷ്ടാന്തം പറഞ്ഞത്. ഈ സമുദ്രജലമുണ്ട്. ഈ സമുദ്രത്തിലാണ് തിരമാല ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും നശിക്കുന്നതുമൊക്കെ, അല്ലെങ്കിൽ ലയിക്കുന്നതൊക്കെ. തിരമാല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമുദ്രത്തിന് യാതൊരു ന്യൂനതയും വൃദ്ധിയും ഉണ്ടാകുന്നില്ല. അത് ശാന്തമായിട്ട് അവിടെ ഇരിക്കുന്നു. തിരമാല ലയിച്ചു കഴിഞ്ഞാലും സമുദ്രത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാനുമില്ല. എന്നാൽ സമുദ്രമില്ലെങ്കിൽ തിരമാലയ്ക്ക് യാതൊരു അസ്തിത്വവുമില്ല. ഇതുപോലെയാണ് ഇവിടെയും ഈ പരമാത്മാവ് എന്ന് പറയുന്നത് ആ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിട്ട് നിൽക്കുന്നതാണ്. ഈ പ്രപഞ്ചമില്ലെങ്കിലും പരമാത്മാവിന് യാതൊന്നും സംഭവിക്കില്ല, കോട്ടവും സംഭവിക്കില്ല. എന്നാൽ പരമാത്മാവില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് യാതൊരു അസ്തിത്വവുമില്ല എന്നുള്ളത് സമുദ്ര തിരമാലകളുടെ ദൃഷ്ടാന്തത്തിലൂടെ പറഞ്ഞു കൊടുത്തതാണ്. ഈ തത്വമൊക്കെ അങ്ങേക്ക് നന്നായിട്ട് അറിയാം. നാരദ മഹർഷി വേദവ്യാസ മഹർഷിയോട് പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങേക്ക് നന്നായിട്ട് അറിയാം, എന്നാലും ഞാൻ അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പരമാത്മാവായ ഭഗവാൻ തന്നെ അംശസ്വരൂപത്തിൽ അവതരിച്ചവനാണല്ലോ അങ്ങ്. ലോകത്തിന് മുഴുവൻ മംഗളം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയല്ലേ അങ്ങ് അവതരിച്ചിട്ടുള്ളതും. അങ്ങ് സ്വന്തം പരമാർത്ഥ സ്വരൂപം ഉണർന്ന് ഭഗവാന്റെ മഹിമകളെ അങ്ങയുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് വർണ്ണിക്കൂ. മനുഷ്യന് തപസ്, ശാസ്ത്രപഠനം, യാഗം, വേദപാരായണം, ജ്ഞാനം, ദാനം ഇവ കൊണ്ടൊക്കെ സാധിക്കേണ്ട പരമമായിട്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് ഭഗവാന്റെ ഗുണങ്ങൾ വർണ്ണിക്കുക എന്നുള്ളതാണ്. അതങ്ങ് ചെയ്യൂ. എന്നിട്ട് പറയുകയാണോ, ഈ ഭഗവാന്റെ മഹിമയൊക്കെ കീർത്തിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് എത്രത്തോളം ഉയരാൻ സാധിക്കും എന്നതിന് ഞാൻ തന്നെ ഉദാഹരണമാണ് എന്ന് പറഞ്ഞ് തൻ്റെ പഴയ കഥ നാരദൻ വേദവ്യാസന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.